എൻ്റെ പേര് ഉമേഷ് ചെറിയത്തൂർ എന്നറിയും. ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ പോളിയോ ബാധിച്ച് എൻ്റെ 2 കാലുകളും സ്വാധീനം നഷ്ടപ്പെട്ട ഒരാളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ സ്കൂളിൽ പോയി പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ ഒരു ഒറ്റപ്പെടുന്നൊരവസ്ഥയായി. ആ ഒരു ഇതിലേക്കാണ് ഞാൻ എൻ്റെ കലയെ തിരഞ്ഞെടുക്കുന്നത്. കലയെ തിരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ പിന്നെ മാജിക്ക് പഠിച്ചു. മാജിക്ക് തപാൽ വഴി പഠിച്ചതിന് ശേഷം ഞാനിങ്ങനെ ചില സ്റ്റേജുകളിൽ, എൻ്റെ സുഹൃത്തുക്കൾ വഴി സ്റ്റേജുകളിൽ മാജിക്ക് വരും. പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡ് തന്നെ തിരഞ്ഞെടുത്തു. ഏകദേശം ഇപ്പോൾ ഒരു 10-30 വർഷമായി മാജിക് ഫീൽഡിൽ തന്നെയാണ്. അങ്ങനെ പോകുന്നു. പിന്നെ അതല്ലാതെ ഞാൻ പിന്നെ ചെറിയ ആർട്ട് വർക്കുകൾ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്തതാണത് ഈ തെയ്യത്തിൻ്റെ വർക്ക്. ഇത് പൾപ്പും നൂല് തുണി ഇങ്ങനെ വെച്ച് ചെയ്ത ഒരു വർക്കാവുന്നത്. അതായത് ഈ ഒരു തെയ്യത്തിൻ്റെ ഒരു വർക്ക്. അതുപോലെ തന്നെ ഒരു പഴയകാല അടുക്കള കളിമണ്ണും തെർമോക്കോളും ചെയ്തത്. അങ്ങനെ പോകുന്നു. പിന്നെ സിമെൻറ്റ് വർക്ക് ചെയ്യും. പിന്നെ ആർട്ട് വർക്ക്, സിമെൻറ്റ് വർക്ക്. പിന്നെ ഈ നാടകങ്ങൾക്ക് ആർട്ട് വർക്ക് ചെയ്ത് കൊടുക്കും. ഡാൻസ്, നാടകം. പിന്നെ ഈ മാജിക്കോട് ഇഷ്ടം വരാമെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ ചെറുപ്പത്തിലേ ഇങ്ങനെ ചില ടെക്നിക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം കിട്ടി, ഒരു മാജിക്കിൻ്റെ പുസ്തകം. അപ്പോൾ അതിൽ ചില മാജിക്കിൻ്റെ ട്രിക്കുകൾ കണ്ടു. അപ്പം ഞാൻ ചെയ്ത് നോക്കി. ഞാനൊരു സുഹൃത്തിനെ കാണിച്ചു. സുഹൃത്ത് വഴി ഞാൻ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തി. പിന്നെ ഞാൻ മാജിക്ക് തന്നെ തുടരാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ചിത്രം വരക്കും. പിന്നെ ക്ലേ മോഡലിങ് പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പോകും. വിദ്യാഭ്യാസം എടുത്തുകൊണ്ടുപോയി പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും എടുത്തുകൊണ്ടുപോയി പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞു. അങ്ങനെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ക്ലേ മോഡലിങ് മത്സരിച്ചിട്ടുണ്ട്. പോളിയോ ബാധിച്ചത് ഏകദേശം 1 വയസ്സിന് ശേഷമാണ് പോളിയോ ബാധിച്ചത്. മാജിക്കിൽ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന സാധാരണ മജീഷ്യൻസ് അവതരിപ്പിക്കുന്നത് ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കും. പിന്നെ ഞാൻ എൻ്റെ ഒരു ഫയർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ സാധാരണ മാന്ത്രികർ ചെയ്യുന്നതിനേക്കാൾ വളരെ റിസ്ക്കാണ് ഞാൻ ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഞാൻ സ്വന്തം ഡിസൈൻ ചെയ്ത് ഞാൻ തന്നെ ഒരു ഫയർ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അത് വിജയകരമായി നടത്തി. കേരളത്തിലെ പിന്നെ മജീഷ്യന്മാരിൽ എന്നെപ്പോലെ ഒരു ഭിന്നശേഷി മജീഷ്യൻ ആദ്യമായിട്ട് ഞാനാണ് അറിയപ്പെടുന്നത്. അതിന് ശേഷം അതിന് ഇല്ലാ തോന്നുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നിർമ്മിക്കുന്നത് ഞാൻ തന്നെയാണ്. സ്വന്തമായി നിർമ്മിച്ച് മാജിക് അവതരിപ്പിച്ചതാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് മാജിക്കിൻ്റെ. പിന്നെ സാധനങ്ങൾ ഒരുപാട് മജീഷ്യൻസ് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എന്നെ തേടി വരാറുണ്ട്. ഞാൻ ഒരുപാട് മാജിക്കിൻ്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഭാവിയിൽ ഇങ്ങനെ ഒരു മജീഷ്യനെ ഇങ്ങനെ അറിയപ്പെടണം എന്നാണ് ആഗ്രഹം.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.